ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. നമ്മുടെ ഇന്നുള്ളത് എംഐയുടെ എയർ കംപ്രസ് എന്നുള്ള ഒരു പുതിയ പ്രൊഡക്റ്റാണ്. എംഐയുടെ ആണ്. ഇത് ഇന്ത്യയിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്ത് ക്രൗഡ് ഫണ്ടിങ് വഴി അവർ ജസ്റ്റ് ഇപ്പം ഡെലിവറി സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. നമുക്ക് ഇന്ന് ആ പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് പെട്ടെന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം സാധനം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എംഐ പോർട്ടബിൾ ഇലക്ട്രിക് എയർ കംപ്രസർ. ഇത് ഇനിയിപ്പം ഒരു പാക്കറ്റോട് ഉണ്ടല്ലേ, ഇതിൻ്റെ പെട്ടി നമുക്ക് തുറക്കണം. ഇതിനകത്ത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ബാറ്ററി ചാർജബിൾ ആണ്, വോൾട്ടേജ്, കറണ്ട്, പിന്നെ മാക്സിമം ഒരു 3 തൊട്ട് 145 PSI വരെ ഇത് വർക്ക് ചെയ്യുമ്പം കാറിനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് അതിൻ്റെ ഒരു പെട്ടിയുടെ ഒരു ഓവറോൾ വ്യൂ. ഇത് തുറക്കാനായിട്ട് നമ്മൾ കുറച്ച് കട്ടിങ് പരിപാടികളുണ്ട്. ഇവിടെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം ആദ്യം തന്നെ. ഓക്കെ, അതിൻ്റെ അകത്തൊരു വൈറ്റ് കവറിങ് ഉള്ളൊരു പാക്കറ്റാണെന്ന് തോന്നുന്നു. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇതിൽ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. അതിന് മുന്നേ തന്നെ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്നൊന്ന് പാരലി ഒരു കംപ്രസർ യൂസർ മാനുവൽ ഉണ്ട്. അതെന്താണ്, എങ്ങനെയാണെന്നൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ സ്വിച്ച് മോഡ്, അങ്ങനത്തെ കാര്യങ്ങൾ, ഇൻഫ്ലേറ്റിംഗ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് മാറ്റി വെക്കാം. ഈ പാക്കറ്റിൽ ഇനി ബാക്കി എന്തുള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ക്ലോത്ത് ആണെന്ന് തോന്നുന്നു, ഒരു ക്ലോത്ത് ബാഗാണ്. നമുക്കിത് ഇട്ടുകൊണ്ട് നടക്കാനായിരിക്കണം. ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഒരു ക്ലോത്ത് ബാഗ് ഉണ്ട്. ഓക്കെ, അത് ഇട്ടിക്കട്ടെ. ഇനി എന്താ ഉള്ളത്? ഓക്കെ, കുറച്ച് നോസിൽസ് ആണെന്ന് തോന്നുന്നത്. ഇതിൻ്റെ അകത്ത് പല ടൈപ്പ് ഇൻഫ്ലേഷന് വേണ്ടി ഉപയോഗിക്കാനുള്ളതായിരിക്കും അല്ലേ, അതായിരിക്കും. ഓക്കെ, ഒരു ചാർജിങ് കേബിളുണ്ട്. നമുക്കുള്ളതൊരു നോർമൽ മൈക്രോ USB ചാർജറാണ്, ചാർജിങ് കേബിളാണ്. ഓക്കെ, പിന്നുള്ളതൊരു ഓക്കെ, ഇതൊരു കൺവെർട്ടർ എന്തെങ്കിലും ആയിരിക്കും. ഇതിപ്പം ഈ ഒരു മെറ്റൽ ഇത് ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ ഇൻഫ്ലേറ്റബിൾ ടോയ്സ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, അത് വായി നിറയ്ക്കാൻ വേണ്ടിയായിരിക്കും. ഇതെന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പം ഇത്രയും 2 സാധനങ്ങൾ, 2 അഡാപ്റ്റർ പോലത്തെ സാധനം, പിന്നെ കേബിള്, ഒരു ഒറിജിനൽ ഒരു കംപ്രസർ. ഇത് ഇത്രയാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇതിപ്പം ഓഫ് പൊസിഷനിലാണെന്ന് തോന്നുന്നു. ഇവർ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നമ്മൾ ഇതിനെ അൺപ്ലഗ് ചെയ്യുമ്പോൾ ഇത് ഓൺ ആകണം. ഓക്കെ, അതെ, ഇതവൻ ഓൺ ആയിട്ടുണ്ട്. 0 PSI എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ഒരു താഴെ ഒരു ലൈറ്റ് ഉണ്ട്. ഇവിടെ ഇതൊരു ലൈറ്റ് ആണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് യെസ്, ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇരുട്ടത്തൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ആയിരിക്കണം ഇത്. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. ഇത് ഈ സ്വിച്ച് ഡബിൾ ടാപ്പ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു സിംഗിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇത് ഓഫ് ആകുന്നുണ്ട്. ഇതെന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇതെനിക്കൊന്ന് യൂണിറ്റ് മാറ്റാനായിരിക്കും. അതെ, ബാറ് PSI, ഈ 2 യൂണിറ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ യൂണിറ്റ് മാറ്റാനുള്ള ബട്ടൺ. പിന്നെ ഇത് പ്ലസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ സെറ്റ് ചെയ്യാനുള്ളതാണ്. നമുക്ക് ഏത് പ്രഷർ വേണം സെറ്റ് ചെയ്യാനുള്ളൊരു ബട്ടണാണ്. പ്ലസും മൈനസും ഡൗൺ അപ്പും ചെയ്യാം. പിന്നെ ഈ നടുക്കത്താണ് എനിക്ക് ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ പ്ലേ അല്ലെങ്കിൽ എന്താ പറയുക, സ്റ്റാർട്ട് ഇൻഫ്ലേറ്റ് ചെയ്യാനും അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റോപ്പിങ് ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ ഉള്ളതൊരു നമുക്കൊരു ഇതുണ്ട്, ഒരു പോർട്ടുണ്ട്, അതായത് എങ്ങനെ ചാർജ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതും കൂടെ നമുക്ക് നോക്കിയേക്കാം. ഇതാണ് അതിൻ്റെ പോർട്ട്, താഴെയുള്ളൊരു പോർട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇത് അൺപ്ലഗ് ചെയ്യുമ്പോഴാണ് ഇത് ഓൺ ആകുന്നത്. തിരിച്ച് പ്ലഗ് ചെയ്യുമ്പോൾ ഇത് ഓഫാകും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിങ്. പിന്നെ ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിലായിട്ട് നോക്കാം. പിന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് ബൾക്കിയാണ്, ഏകദേശം 1/2 കിലോയോളം ഇതിന് വെയിറ്റ് തോന്നിക്കുന്നുണ്ട്. അപ്പം മറ്റൊരു വീഡിയോ നമുക്ക് ഇതിൻ്റെ യൂസേജ്, നമുക്ക് വണ്ടിയിൽ ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചുകൂടെ നോക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ബൈ.